ബീഹാറിൽ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് തിരിച്ചറിയൽ രേഖയായി ആധാർ കാർഡ് സമർപ്പിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച 11 രേഖകൾക്ക് പുറമെ 12ാമത്തെ രേഖയായി ആധാറും പരിഗണിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ്മല്ല ബാഗ്ചി എന്നിവരുടെ ബെഞ്ചിന്റെ നിർദ്ദേശം. ആധാർ പൗരത്വത്തിനുള്ള തെളിവല്ലെങ്കിലും ഒരാളുടെ വിലാസം തിരിച്ചറിയൽ രേഖ എന്ന നിലയിൽ പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. രാജ്യത്തെ പൗരന്മാർക്ക് തങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ അവകാശമുണ്ട്. എന്നാൽ വ്യാജമായി പൗരത്വം അവകാശപ്പെടുന്നവർക്ക് പട്ടികയിൽ തുടരാൻ അവകാശമില്ല. അതുകൊണ്ട് വോട്ടർമാർ ഹാജരാക്കുന്ന ആധാർ കാർഡുകളുടെ ആധികാരികത പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവകാശമുണ്ട്. ബീഹാറിൽ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ ആധാർ പരിഗണിക്കണമെന്ന് ഓഗസ്റ്റ് 22 തന്നെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നെങ്കിലും കമ്മീഷൻ അംഗീകരിക്കുമോ എന്ന അവ്യക്തത ഉണ്ടായിരുന്നു. അതിലാണ് പരമോന്നത നീതിപീഠം ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജൂൺ 24 പുറത്തിറക്കിയ പട്ടികയിൽ 11 രേഖകൾ ഹാജരാക്കാമെന്നാണുള്ളത്. അതിൽ ആധാർ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്യൂമറേഷൻ ഫോമുകൾ അപ്ലോഡ് ചെയ്യാനുള്ള ബൂത്ത് തല ഉദ്യോഗസ്ഥരുടെ അപേക്ഷകളിൽ 11 രേഖകൾ ഹാജരാക്കാനുള്ള സൗകര്യമുണ്ട്. ഒപ്പം മറ്റ് രേഖകൾ എന്നൊരു സാധ്യതയുമുണ്ട്. അതുപയോഗിച്ച് ആധാർ കാർഡ് കൈവശമുള്ളവരുടെ അപേക്ഷകളും അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്നായിരുന്നു കമ്മീഷന്റെ വിശദീകരണം. അതേസമയം ഫോമുകൾ പൂരിപ്പിക്കുന്നവരിൽ നിന്ന് 11 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് തന്നെ ശേഖരിച്ച് അപ്ലോഡ് ചെയ്യണമെന്നാണ് മുകളിൽ നിന്നുണ്ടായ നിർദ്ദേശം. രേഖയായി ആധാർ സമർപ്പിക്കുന്നവരുടെ അപേക്ഷ വാങ്ങിയിരുന്നെങ്കിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമോ എന്നതിൽ ഒരു ഉറപ്പുമില്ലാത്ത ആശങ്കയിലായിരുന്നു ജനങ്ങൾ. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമാണ്. ബീഹാറിലെ പട്ടികയിൽ നിന്ന് 65 ലക്ഷത്തോളം ആളുകളുടെ പേര് ഒഴിവാക്കപ്പെട്ടത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ കഴിഞ്ഞ മാസം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒഴിവാക്കപ്പെട്ടവരുടെ പേര് വിവരം കാരണസഹിതം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് അന്ന് കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടു. ഓരോ ജില്ലാ ഇലക്ട്രൽ ഓഫീസറുടെയും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും വിവരങ്ങൾ ബൂത്ത് അടിസ്ഥാനത്തിലായിരിക്കുകയും വോട്ടറുടെ എപ്പിക് നമ്പർ ഉപയോഗിച്ച് പരിശോധിക്കാൻ സാധിക്കുകയും വേണമെന്നും കോടതി പറഞ്ഞിരുന്നു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ ഗുരുതരമായ അപാകങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ വ്യക്തമായ ഉത്തരമില്ലാത്ത അവസ്ഥയിലായിരുന്നു കമ്മീഷൻ. ബീഹാറിലെ വോട്ടർ പട്ടിക ക്രമക്കേട്, മഹാരാഷ്ട്രയിലെ ഉൾപ്പെടെ വോട്ട് മോഷണം തുടങ്ങിയ വിവാദങ്ങളിലൂടെ ജനങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ഇടിയുന്നതായി സർവേ ഫലവും കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസിന്റെ ലോക്നീതി പ്രോഗ്രാം 2019 2025 ഇടയിൽ നടത്തിയ പോസ്റ്റ് പോൾ സർവേയിലാണ് കണ്ടെത്തൽ. BJP തുടർച്ചയായി അധികാരത്തിലെത്തുന്ന മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഇടിവ്. 2019 57% പേർ ഉയർന്ന വിശ്വാസ്യത രേഖപ്പെടുത്തിയിരുന്നത് 17% കുറഞ്ഞു. ഉത്തർപ്രദേശിൽ 56 നിന്ന് 21% കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. വോട്ട് മോഷണവും കൂട്ടത്തോടെ ഒഴിവാക്കലും കടുത്ത വിമർശനങ്ങൾക്ക് വ്യാപകമായ ചർച്ചകൾക്കും വഴിവെച്ചിരിക്കെ തന്നെ ബീഹാർ മാതൃകയിൽ രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണ പ്രക്രിയ നടത്താനുള്ള നീക്കത്തിലാണ് കമ്മീഷൻ. ഇതിനായി സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുടെ യോഗം 10 ചേരും. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ചുമതലയേറ്റതിനു ശേഷം നടക്കുന്ന സിഇഒമാരുടെ 3ാമത്തെ യോഗമാണിത്. വോട്ട് ചോരി ആരോപണം നിലനിൽക്കുന്ന സമയത്ത് അതിനെ അവഗണിച്ച് കമ്മീഷൻ മുന്നോട്ടു പോകുന്നത് കേന്ദ്ര ഭരണകൂടത്തിന്റെ താൽപര്യ സംരക്ഷണത്തിനാണെന്ന് വ്യക്തം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളം, തമിഴ്നാട്, അസം, ബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തണമെന്ന് സുപ്രീം കോടതിയിലെ ഹർജിയും ഇതിന്റെ തെളിവാണ്. BJP നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായയാണ് ഹർജി നൽകിയിരിക്കുന്നത് എന്നതിൽ നിന്ന് തന്നെ BJP ഭരണകൂടത്തിന്റെയും അവരുടെ കളിപ്പാവയാകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും നിലപാട് വ്യക്തമാകുന്നു. ബീഹാർ പട്ടികയിൽ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ നിർദ്ദേശം കേന്ദ്ര ഭരണകൂടം അംഗീകരിക്കുമെന്ന് ഇതുവരെയുള്ള അവരുടെ നിലപാട് വെച്ച് വിശ്വസിക്കാൻ കഴിയില്ല.